ഇത് ബാംഗ്ലൂർ ടൗണാണ് എല്ലാവരും. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ബിസിനസ് ആവശ്യമായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ വേറെ മാർക്കറ്റൊന്നും രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഇതേമാതിരി തിരക്കുള്ളതായിട്ട് നമ്മൾ കണ്ടില്ല. ഒറ്റ മാർക്കറ്റിലും ഇതേമാതിരി തിരക്ക്, എല്ലായിടത്തും കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കപ്പലിൽ വയ്ക്കുന്നത് ഒരു മലയാളിനെ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞെന്താണെന്നറിയും, നാട്ടിൽ കിടന്നിട്ട് നരകിച്ചിട്ട് എന്താ കാര്യം, അതിനും ഭേദം ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ 10 രൂപ കിട്ടും, അവിടെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതിലൊരുവിധം ആളുകളൊക്കെ നമ്മുടെ മലയാളികൾ തന്നെയാണ്. സാധനങ്ങൾ മേടിക്കുന്നത് നോക്കിയിട്ടുള്ളത് കച്ചവടം ചെയ്യുന്നത് മലയാളികൾ തന്നെ. എന്താ നമ്മുടെ നാടിങ്ങനെ നശിച്ചു കൊണ്ടിരിക്കുന്നത്? കച്ചവടത്തിനോ മേടിക്കാൻ എൻ്റെ സാധനം എടുക്കാനോ ഒന്നിനാളില്ല. നമ്മളൊക്കെ കച്ചവടം ഇല്ലാതെ ഇതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് പുറം ലോകം നോക്കി കച്ചവടം തേടി അലയാൻ തുടങ്ങുന്നത്. നമ്മളിങ്ങനെ അലച്ചിട്ട് നമ്മൾ മനസ്സിലായി പല സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന സാധനം നമ്മുടെ നാട്ടിലേക്കാട്ടും വില കുറവ് ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിലെ പ്രൊഡക്റ്റ് എടുക്കുന്ന സാധനം ഇവിടെ അതിനെക്കാട്ടും വില കുറവ്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ അവർ ചോദിക്കുന്നത് ചെറുതായിട്ടൊന്നല്ല, 2 കണക്കിന് കയറ്റി ചോദിക്കുന്നത്. പിന്നെ എല്ലാ സാധനങ്ങൾക്കും നല്ല ചീപ്പ് റേറ്റ്. ബനിയൻ്റെ തുണിയൊക്കെ അല്ല ഷർട്ടിൻ്റെ തുണിയൊക്കെ കിട്ടുന്നത് 100 രൂപയ്ക്ക്.